ഹലോ വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടേം ആയിട്ടുള്ള അഗാപ്പെ ഓർ എംപത്തറ്റിക് ലവ് എന്താണ് എന്നുള്ളത്. അഗാപ്പെ എന്നുള്ള ടേമിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. അഗാപ്പൻ്റെ സെയിം മീനിങ് തന്നെയാണ് എംപത്തറ്റിക് ലവ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അഗാപ്പെ എന്താണെന്നുള്ളത്. അഗാപ്പെ മീനിങ്. അഗാപ്പെ ഈസ് എ ഗ്രീക്ക് വേർഡ് യൂസ്ഡ് ഇൻ ന്യൂ ടെസ്റ്റാമെൻ്റ് ഓഫ് ബൈബിൾ. അപ്പോൾ എന്താണ് അഗാപ്പെ ഒരു ഗ്രീക്ക് വേർഡാണ്. ബൈബിളിൽ യൂസ് ചെയ്തിട്ടുള്ള എന്താണ് ഒരു ടേമാണ്, ക്രിസ്ത്യൻ റിലേറ്റഡ് ടേമാണ് എന്ത് അഗാപ്പെ എന്നുള്ളത്. അപ്പം അഗാപ്പൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് 2 കീ മീനിങ്. ഈ വേർഡിന് 2 മീനിങ് ആണുള്ളത്. ഒന്ന്, ഗോഡ്സ് അൺകണ്ടീഷണൽ ലവ് ടുവാർഡ്സ് മാൻ. എന്താണ് മനുഷ്യനോട് ദൈവത്തിനുള്ള അൺകണ്ടീഷണൽ സ്നേഹത്തിനെ നമ്മൾ എന്ത് പറയും, അഗാപ്പെ എന്ന് പറയും. കൂടാതെ സെൽഫ്ലെസ് ലവ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർക്കിടയിൽ എന്താണ് ഉള്ള ആ ഒരു ത്യാഗസ്നേഹത്തിനെയും നമ്മൾ എന്തെന്ന് പറയും, അഗാപ്പെ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യും. അപ്പോൾ ഇതാണ് സ്നേഹം, അതാണ് അഗാപ്പെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അഗാപ്പെ നമ്മൾ എന്താണ് നമ്മുടെ ജീസസിൻ്റെ ലൈഫിൽ അദ്ദേഹം എങ്ങനെ ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം. അഗാപ്പെ ഫെല്ലോഷിപ്പ് ആൻഡ് പ്രാക്ടീസ്. അഗാപ്പെ റെപ്രസെൻറ്റ് ഫെല്ലോഷിപ്പ് എമംഗ് ഫോളോവേഴ്സ് ഓഫ് ജീസസ്. അപ്പം നമുക്കറിയാം നമ്മുടെ ജീസസിൻ്റെ ശിഷ്യന്മാർ, ജീസസിൻ്റെ ശിഷ്യന്മാർക്കിടയിൽ എന്താണ് അവർക്കിടയിലുള്ള ആ സഹവാസത്തെ എന്തെന്ന് പറയുന്ന അഗാപ്പെ എന്ന് പറയുന്നു. അപ്പോൾ പോൾ എക്സ്പ്ലെയിൻസ് ഹൗ ജീസസ് ഷെയർഡ് ദ യൂഷ്യാരിസ്റ്റ്. അപ്പം ഇതിൽ പറയുന്നുണ്ട് ജീസസ് തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെയാണ് കണ്ടിരുന്നത്. ജീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവമാണ്. പക്ഷെ ആ ഒരു ദൈവിക മഹത്വം ഇല്ലാതെ ജീസസ് എങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്തിരുന്നത്, കെയർ ചെയ്തിരുന്നത് എന്നുള്ളത് എന്താണ് ഇതിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അപ്പം അവരുടെ ഫുഡ് എന്താണ് ഷെയർ ചെയ്ത് ഭക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലൂടെ എന്താണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ ശിഷ്യന്മാർക്ക് എന്താണ് സമാധാനവും ആത്മവിശ്വാസം, അവർക്കിടയിൽ സ്നേഹം വളർത്തുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം, ജീസസിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഹി വാഷ്ഡ് ഫീറ്റ് ആൻഡ് ബ്രോക്ക് ബ്രെഡ്. അപ്പം എന്താണ് ഫുഡൊക്കെ ഷെയർ ചെയ്തിരുന്നു, അവരുടെ കാലുകളൊക്കെ കഴുകി കൊടുത്തിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്, സ്നേഹം, ഒരുമ, അവരിലുണ്ടാവുന്ന കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഇതൊക്കെയാണ് ഇതിൽ അവരിൽ ഇത് വളർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യണത്, ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. അഗാപ്പെ ഇൻ ദ ചർച്ച് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ദൈവസന്നിധിയിൽ എങ്ങനെയായിരുന്നു അഗാപ്പെ എന്നുള്ളത്. സെൻറ്റ് പോൾ അഡ്രസ്ഡ് ഇനീക്വാലിറ്റി ഇൻ ദ കോറിന്ത്യൻ ചർച്ച്. ചർച്ചിൽ ഒരുപാട് എന്തുണ്ടായിരുന്നു, കോറിന്ത്യൻ സഭയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, എന്താണ് ഇനീക്വാലിറ്റീസ് നിലനിന്നിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ റിച്ച് എക്സ്ക്ലൂഡഡ് പുവർ വിഡോസ് ഫ്രം യൂഷാരിസ്റ്റ്. എന്താണ് യൂഷാരിസ്റ്റിക് മീല് പറഞ്ഞാൽ ദരിദ്രരായ സ്ത്രീകൾക്ക് ഭക്ഷണം എന്തായിരുന്നു അവഗണിക്കപ്പെട്ടിരുന്നു, മീൻസ് ഭക്ഷണം കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ പോൾ തോട്ട് ദാറ്റ് അഗാപ്പെ മസ്റ്റ് ബി സാക്രിഫിഷ്യൽ ആൻഡ് ഇൻക്ലൂസീവ് ലൈക്ക് ജീസസ് ലവ്. അപ്പോൾ സെൻറ്റ് പോൾ പറയാണ് യേശുവിൻ്റെ ത്യാഗസ്നേഹം അതെന്താണ് നമ്മളെല്ലാവരും റോൾ മോഡലായിട്ട് എടുക്കണം. അപ്പം എന്താണ് നമ്മളെല്ലാവരും എന്താണ് ഇങ്ങനെ ഇനീക്വാലിറ്റീസ് കാണിക്കാതെ എല്ലാവരെയും, പാവപ്പെട്ടവരെയും പണക്കാരനെയും എല്ലാവരെയും എന്താണ് ഒരുപോലെ കാണണം എന്നാണ് പറയുന്നത്. ഇനി അഗാപ്പെ ബിബ്ലിക്കൽ ടീച്ചിങ്. ഇപ്പോൾ ബൈബിളിൽ എങ്ങനെയായിരുന്നു, ബൈബിളിൽ ടീച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെ അഗാപ്പെ എന്നുള്ളത്. ജീസസ് സെഡ് ആസ് ഐ ഹാവ് ലവ്ഡ് യു സോ യു മസ്റ്റ് ലവ് വൺ അനദർ. അപ്പം ജീസസ് പറഞ്ഞ സന്ദേശമാണ് ജനങ്ങളോട്. എന്താണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക, തമ്മിൽ സ്നേഹിക്കുക, നിങ്ങൾ തമ്മിലും സ്നേഹിക്കുക എന്നുള്ളതാണ് ആര് പറഞ്ഞത്, ബൈബിളിൽ ജീസസ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ജോഹന്നാൻ തിയോളജിയിൽ അഗാപ്പെ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ദൈവം. ഈ ഒരു വേർഡ് മീനിങ്ങിൻ്റെ തന്നെ അർത്ഥം എന്താണ്, ദൈവം എന്നുള്ളതാണ്. പിന്നെ ഹൂ ഡസ് നോട്ട് ലവ് ഇൻ അഗാപ്പെ ഡസ് നോട്ട് ഡ്വെൽ ഇൻ ഗോഡ്. അഗാപ്പെ എന്നുള്ള ആ കോൺസെപ്റ്റ് ഇല്ലാത്തവർ, ആ മനസ്സിൽ സ്നേഹം ഇല്ലാത്തവരെന്താണ്, അവർ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരാണ്, ദൈവത്തെ അവഗണിക്കുന്നവരാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി അഗാപ്പെ ദ ഗ്രേറ്റസ്റ്റ് ലവ്. എന്താണ് അഗാപ്പെ
ഉത്തമ സ്നേഹത്തിൻ്റെ മാതൃകയാണ് അഗാപ്പെ എന്നുള്ളത്. ജീസസ് പറയാണ്, നോ ഗ്രേറ്റർ ലവ് ദാൻ ടു ലേ ഡൗൺ വൺസ് ലൈഫ് ഫോർ അനദർ. എന്താണ് പറയുന്നത്? സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ത്യജിക്കുക എന്നതാണ് ആര് പറയുന്നത്? യേശു പറയാണ്, എന്താണ്, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം എന്ത് ചെയ്യുക? ത്യജിക്കുക. നമ്മൾ ത്യാഗം ചെയ്ത് അവർക്ക് എന്ത് ചെയ്യുക? ഗുണം ചെയ്യുക, അവരെ സ്നേഹിക്കുക. അതിനേക്കാളും വലിയ എന്തില്ല? സ്നേഹം അല്ലെങ്കിൽ സ്നേഹപ്രകടനം ഇല്ല എന്നതാണ് ആര് പറയുന്നത്? ജീസസ് പറയുന്നത്. അപ്പോൾ Parable of Good Samaritan shows Agape in action. Agape answers, am I my brother's keeper? Yes, am. അപ്പം എന്താണ്? ഗോഡ് പറയാണ്, നിങ്ങളിൽ ഏറ്റവും അടുത്തവരാരാണെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ എന്താണ് കാവൽക്കാരനാണോ? ആ മൈ ബ്രദേഴ്സ് കീപ്പർ? യെസ് ആം. അപ്പം പറയുകയാണ് എന്ത്? ഇനി ചോദിച്ചതിന് മറുപടി പറയാണ്, യെസ് ആം മൈ ബ്രദേഴ്സ് കീപ്പർ. ഞാൻ എന്താണ്? എൻ്റെ സഹോദരൻ്റെ സംരക്ഷകനാണ്. അപ്പം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. അഗാപ്പെ എന്നുള്ളത് എന്താണ്? ഒരു ബിബ്ലിക്കൽ ടേമാണ്. അപ്പം നമ്മളെ യേശു ക്രിസ്തു ഫോളോ ചെയ്തിരുന്നത് തൻ്റെ എന്താണ് ദൈവികത മറന്നിട്ട് എന്താണ് സ്വന്തം എല്ലാ ജനങ്ങളെ എന്താണ് ഒരുപാട് സ്വന്തം മനുഷ്യനെ പോലെ എന്താണ് ജനിച്ച് ജീവിച്ച് വളർന്നിട്ടുള്ള അവർക്ക് സേവനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? യേശു ക്രിസ്തു. അപ്പം അഗാപ്പെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെസ്സേജ് എന്താ? ഹ്യൂമനിസം, മനുഷ്യനോട് പറയുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്ത് ചെയ്യുക? പരസ്പരം സ്നേഹിക്കുക. പരസ്പരം സ്നേഹിച്ചാലേ ഒരാൾ എന്ത് ചെയ്യുള്ളൂ? കംപ്ലീറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ പല കാര്യങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ത്യജിക്കേണ്ടി വരും. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് എന്താണ് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? ഏറ്റവും വലിയ സ്നേഹം. ഇനീക്വാലിറ്റീസ് ഒന്നുമില്ലാതെ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ സ്നേഹിക്കുക, സ്നേഹം മുറുകെ പിടിക്കുക. ഇതാണ് എന്ത് ഇൻ ഷോർട്ടായിട്ട് എന്ത് പറഞ്ഞാൽ അഗാപ്പെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേമാണ് കെനോസിസ് ഓർ സെൽഫ് എംപ്റ്റിയിങ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. കെനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് എംപ്റ്റിയിങ് എന്ന് പറഞ്ഞാൽ സ്വയം ശൂന്യപ്പെടുത്തുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെനോസിസ് എന്ന് പറയുന്നത്. സ്വയം ശൂന്യപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നോക്കാം കൂടുതലായിട്ട്. കെനോസിസ് ഈക്വൽ ടു സെൽഫ് എംപ്റ്റിയിങ്. കെനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ശൂന്യപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെനോസിസ് എന്ന് പറയുന്നത്. ജീസസ് ഗവ് അപ്പ് ഹിസ് ഡിവൈൻ സ്റ്റാറ്റസ് ടു ബിക്കം ഹ്യൂമൻ. എന്താണ്? ജീസസ് എന്ത് ചെയ്തു? തൻ്റെ ദൈവികത, ആ ദൈവിക മഹത്വത്തെ എന്താണ് ഇല്ലാതാക്കി, വേണ്ടെന്ന് വെച്ചിട്ട് എന്താണ് ഒരു മനുഷ്യനായിട്ട് ജനിച്ചു അല്ലേ? ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. നമുക്കറിയാം അവരുടെ ഹിസ്റ്ററിയൊക്കെ. ദെൻ ഹി അക്സെപ്റ്റഡ് സഫറിങ് ടു ഫിൽ ഗോഡ്സ് മിഷൻ. ദൈവത്തിൻ്റെ മിഷൻ എന്താണ്? ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സഹിച്ചു. അപ്പം സഹിച്ചു എന്നൊക്കെ പറയാം. അപ്പം ഇതാണ് കെനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം എന്ത് ചെയ്യുക? സ്വയം ശൂന്യത വരുത്തുക എന്നുള്ളത്. നമ്മളെ മറന്നിട്ട് എന്ത് ചെയ്യുക? ജീവിക്കുക. നമ്മളെ മറന്ന് മറ്റുള്ളവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ജീവിക്കുക. അപ്പം നമുക്ക് നോക്കാം അടുത്തത് തിയോളജിക്കൽ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ജീസസ് ചൂസ് ക്രൂസിഫിക്കേഷൻ ആസ് എ ഹ്യൂമൻ. എന്താണ്? നമുക്കറിയാം ക്രിസ്തു തൻ്റെ എന്താണ് ദൈവപരമായ ശക്തികളൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്താണ് നമുക്കറിയാം കുരിശിലേറ്റപ്പെട്ടു അല്ലേ? പിന്നെ ഹി സബ്മിറ്റഡ് ടു ദ ഫാദേഴ്സ് വിൽ ടു സേവ് ഹ്യൂമാനിറ്റി. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യത്വത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ചു. അതുപോലെ തന്നെ കിനോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോഡൽ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് ലവ്. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ വിനയം, ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പം എന്താണ്? വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മോഡലിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? കിനോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം, കൺട്രോൾ ഓഫ് മൈൻഡ്. എന്താണ് കൺട്രോൾ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഈസ് ദ റൂട്ട് ഓഫ് ആക്ഷൻ അല്ലേ? നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മൈൻഡാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, നല്ല പ്രവൃത്തിയാണോ ചീത്ത പ്രവൃത്തിയാണോ എന്നുള്ളത് ആലോചിച്ച് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മൈൻഡാണ്. അൺകൺട്രോൾഡ് മൈൻഡ് ലീഡ്സ് ടു ഹാംഫുൾ തോട്ട്സ് ആൻഡ് ആക്ട്സ്. നമ്മൾ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മളെ ഒരുപാട് വേണ്ടാത്ത ചിന്തകളിലേക്കും വേണ്ടാത്ത പ്രവൃത്തിയിലേക്കൊക്കെ നയിക്കും. പിന്നീട് പറയാണ്
കിനോസിസ് ഇൻ ലിറ്ററേച്ചർ, സാഹിത്യത്തിൽ ഈ കിനോസിസ് എന്നുള്ള ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, സാഹിത്യത്തിൽ ഈ കിനോസിസ് എന്നുള്ള ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇൻ ലിറ്ററേച്ചർ കിനോസിസ് പറഞ്ഞാൽ ഈഗോ ഓർ എംപ്റ്റിയിങ് ഇൻ ദ റീഡർ. അപ്പം നമ്മൾ പറയുകയാണ് ഈഗോ മീൻസ് എംപ്റ്റിയിങ് ഇൻ ദ റീഡർ. അപ്പോൾ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, അഹങ്കാരം എന്നൊക്കെ പറയാം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈഗോ മാറ്റി വെക്കണം, ഈഗോനെ എന്ത് ചെയ്യണം, ശൂന്യമാക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു പുസ്തകം ഏതൊരു വർക്കും നമ്മൾ വായിക്കാൻ. ഇറ്റ് ഈസ് ദ സെൽഫ് സറണ്ടർ ഡ്യൂറിങ് ഡീപ്പ് റീഡിങ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ സറണ്ടർ ചെയ്യണം ആഴത്തിൽ വായിക്കുമ്പോൾ. ദ റീഡർ ഫോർഗെറ്റ് സെൽഫ് ടു ഫുള്ളി അബ്സോർബ് ദ ടെക്സ്റ്റ്. കാരണം നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് വിവരങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ നമ്മുടെ പല ചിന്തകളുണ്ടാവും, നമ്മളുടെ കുറേ തോട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ അത് വെച്ചിട്ട്, നമ്മുടെ ഈഗോ വെച്ചിട്ട് ഒരു വർക്ക് വായിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും, അതത്ര നമ്മുടെ ആ എഴുതിയ ആളെ, നമ്മളെ ഓതർ വിചാരിച്ച അതേ മെസ്സേജ് നമ്മുടെ മനസ്സിലേക്ക് വരില്ല, കൺവേ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ നമ്മുടെ ഈഗോ വെച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പം നമ്മുടെ ഈഗോ സറണ്ടർ ചെയ്തിട്ട് വേണം നമ്മൾ ഏതൊരു വർക്കും വായിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ലിറ്ററേച്ചറിൽ നമ്മൾ ഏത് ടേം ഉപയോഗിക്കുന്നത്, കിനോസിസ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. ഇനി കിനോസിസ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് മെസ്സേജാണ്, ഹ്യൂമാനിറ്റിക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കിനോസിസ് മീൻസ് ഗിവിങ് അപ്പ് സെൽഫ് ഫോർ അതേഴ്സ് ഗുഡ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ മറക്കുക, മീൻസ് നമ്മളെ മറക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളതിനേക്കാളും പരിഗണന ആർക്ക് കൊടുക്കുക, മറ്റുള്ളവരുടെ സന്തോഷത്തിന് കൊടുക്കുക എന്നുള്ളത്. ജീസസ് ഗവ് അപ്പ് ഗ്ലോറി ടു അപ്ലിഫ്റ്റ് അതേഴ്സ്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ജീസസ്. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ സന്തോഷം ആർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു, മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തു. ബിലീവേഴ്സ് ഷുഡ് ഇമിറ്റേറ്റ് ദിസ് സെൽഫ് എംപ്റ്റിയിങ് ലവ്. അപ്പോൾ നമ്മൾ വിശ്വാസികൾ നമ്മൾ മാതൃകയാക്കേണ്ട സ്നേഹമാണ് ആരുടേത്, ജീസസിൻ്റെ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ എന്ത്, നമ്മുടെ കിനോസിസ് എന്നുള്ളത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടേംസ് നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് പറയൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ ഓഫ് യു.